കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും ജനപ്രതിനിധികൾക്കെതിരെയും നേരത്തെയും ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്, പരാതികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ നേരത്തെ ഉയർന്നതും ഇപ്പോൾ വന്നിരിക്കുന്നതുമായിട്ടുള്ള തരം ഗുരുതരമായ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ വിഷയങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. കേരളം അത് ആദ്യമായിട്ട് കാണുകയാണെന്ന് കരുതുന്നു. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടപടിയെടുത്തിരുന്നു. പക്ഷേ ഒന്നും സംഭവിക്കാത്തതുപോലെ വീണ്ടും പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ കോൺഗ്രസിന്റെ പരിപാടികളിൽ മാത്രമല്ല, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളെല്ലാം സജീവമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും എത്തുന്നു. അപ്പോൾ കോൺഗ്രസ് എന്ത് തീരുമാനത്തിലേക്ക് ഇനി കടക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഫോക്കസിൽ. ആദ്യം നിഷാദ്, ഇപ്പോൾ വന്നിരിക്കുന്ന ഓഡിയോ, ആ ക്ലിപ്പിൽ കേൾക്കുന്നത് ശരിയാണെങ്കിൽ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഘാതം ആ പെൺകുട്ടി ഉണ്ടാക്കിയത് പോലും വ്യക്തമാവുന്ന ഓഡിയോ ആണത്. അപ്പോൾ അത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ കോൺഗ്രസ് ഇനി എന്ത് എന്നുള്ളതല്ല, വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും ഇനി എന്ത് നിലപാടെടുക്കുമെന്നുള്ളത്. വി.ഡി. സതീശൻ ഓൾറെഡി ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇദ്ദേഹത്തെ നിലനിർത്തിക്കൊണ്ടോ അംഗീകരിച്ചുകൊണ്ടോ ചേർത്ത് നിർത്തിക്കൊണ്ടോ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മുന്നോട്ട് പോക്ക് സാധ്യമല്ല എന്ന് നേരത്തെ തിരിച്ചറിഞ്ഞ ആളാണ് വി.ഡി. സതീശൻ. അതുകൊണ്ട് വി.ഡി. സതീശന് അഡമൻ്റായിട്ട് ഇയാളെ മാറ്റി നിർത്തിയേ പറ്റുമെന്ന് നിലപാട് സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസം ആശാസമര വേദിയിൽ ഇദ്ദേഹം വന്നല്ലോ. വി.ഡി. സതീശനും വരണമായിരുന്നു. വി.ഡി. സതീശൻ വന്നാൽ ഇദ്ദേഹം പോയിട്ടാണ്. കാരണം ഇദ്ദേഹത്തെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്ന ഓരോ ദിവസവും അപകടകരമായ സാധ്യതകൾ നിറഞ്ഞതാണെന്ന് നേരത്തെ വി.ഡി. സതീശൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സതീശൻ മാറ്റിയിരുന്നത്. ഇപ്പോഴും അതിൻ്റെ ആഘാതം എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ചില ആളുകൾ ഇദ്ദേഹത്തെ കൂടെ നിർത്തുകയും ഇദ്ദേഹത്തിന് വേണ്ടി ജയ് വിളിക്കുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപന വേദിയിലേക്ക് ഇദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഒരു എന്താണ് പറയുക, ഒന്നോ രണ്ടോ ഒഫൻസ് മാത്രം ചെയ്തിട്ടുള്ള ഒരാളല്ലെന്നും അയാളെക്കുറിച്ച് പല പരാതികളുണ്ടെന്നും കോൺഗ്രസ്സുകാരായ ആളുകൾ തന്നെ പറയുന്നു. വി.ഡി. സതീശൻ തന്നെ ഒന്നിലധികം ആളുകളിൽ നിന്ന് പരാതികൾ കിട്ടിയിട്ടുണ്ട്. ആ പരാതികൾ കിട്ടിയത് പുറത്തു നിന്നല്ല, അകത്തു നിന്നുള്ള കോൺഗ്രസ് വർക്കേഴ്സിൻ്റെയും നേതാക്കളുടെ അടക്കം ഭാഗത്തു നിന്ന് പരാതികൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇയാളൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ഒഫൻഡറാണ്. അങ്ങനെ ഒരാളെ കൊണ്ടുപോയാൽ അയാൾക്കെതിരായിട്ടുള്ള പുതിയ പരാതികൾ പുതിയ ഘട്ടങ്ങളിൽ ഉയർന്നു വരും. അവയെല്ലാം ഈ പാർട്ടിക്കും മുന്നണിക്കും തലവേദനയാകും എന്ന് നേരത്തെ സതീശൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് മാറി നിൽക്കാൻ പറയുകയും ഇപ്പോഴും ഏറ്റവും കണിശമായ സമീപനം ഇദ്ദേഹത്തോടുള്ള സതീശന് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കൂ. അതായത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നടുവിൽ നിൽക്കുക വീണ്ടും പരാതി ഉയർന്നു വന്നിരിക്കുന്നു. ഈ പരാതി ഉയർന്നു വന്നതിൻ്റെ കാരണം എന്തായിരിക്കും? അതിൻ്റെ പരാതിയല്ല, അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം അത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ്. കുഞ്ഞിനെ ഗർഭചിത്രം നടത്താൻ നേരത്തെ നിർബന്ധിക്കുന്നതിൻ്റെ വീഡിയോ പുറത്തു വന്നതാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഓഡിയോ പുറത്തു വന്നതാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് വെച്ചാൽ എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം എന്ന് അയാൾ നിർബന്ധിക്കുന്നു. പിൽസ് വേണം എന്ന് വെച്ചാൽ ഗർഭനിരോധന ഗുളിക വേണം എന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് ഇയാൾ പറയുന്നു. ഇയാൾ നിർബന്ധിച്ച് അവരെ ക്യാരി ചെയ്യാൻ നിർബന്ധിക്കുന്നു. അവർ ഗർഭിണിയായതിനു ശേഷം പിന്നീട് അയാൾ ഗർഭചിത്രം നിർബന്ധിക്കുന്നു. അയാളുടെ ഓരോ താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരു സ്ത്രീയുടെ ശരീരത്തെയും ഇമോഷൻസിനെയും അയാൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ കയ്യിലിട്ട് കളിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അപ്പോൾ അതിൽ ഒരു സംഗതി ഉള്ളതെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് പുതിയ ഡെവലപ്മെൻറ്റ്സ് ഒരുപക്ഷെ വന്നുകൊണ്ടിരിക്കാം. അവർ പരാതി കൊടുത്തേക്കാം. അതിൻ്റെ എല്ലാം ഭാരം ആരനുഭവിക്കേണ്ടി വരും എന്നാണ് അവർ മനസ്സിലാക്കേണ്ട. അതിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നേതാക്കൾ മനസ്സിലാക്കേണ്ടത്. ഇന്നിപ്പോൾ വിശദീകരിക്കാൻ വേണ്ടി ഇദ്ദേഹം വന്നിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓഡിയോ ആണോ ചോദിക്കുമ്പോൾ അത് എൻ്റേതല്ല എന്ന് പറയാനുള്ള ഉള്ളുറപ്പ് ഇദ്ദേഹത്തിനില്ല. എന്ന് വെച്ചാൽ ആ ഓഡിയോ അദ്ദേഹത്തിൻ്റെതാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. നിഷേധിക്കാൻ കഴിയില്ല. അങ്ങനെ നിഷേധിച്ച് പോകാൻ കഴിയുന്ന കാലമൊന്നുമല്ല ഇത്. AI ആണെന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു നോക്കായിരുന്നു. പക്ഷേ എല്ലാവർക്കും അറിയാം AI അല്ല, ഇത് ഒറിജിനലാണ് എന്ന കാര്യം. കാരണം ഇത് നമ്മൾ കണ്ടതല്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിക്ക് മാത്രം അയച്ച വീഡിയോസ് അല്ലെങ്കിൽ മെസ്സേജസ് മാത്രമല്ല, ഈ നാട്ടിലുള്ള എമ്പാടും ആളുകൾക്ക് ഇയാൾ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ അയച്ച് അവരെ ഡിസ്റ്റർബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട്സ് പുറത്തു വന്നിട്ടുണ്ട്. നാം കണ്ടതല്ലേ. അപ്പോൾ ഇദ്ദേഹം ഈ നിലയ്ക്ക് മാനസികമായ ഒരു സമീപന കുഴപ്പമുള്ള മനുഷ്യനാണ് എന്ന് നമുക്കറിയാം. ആളുകളെ ഇങ്ങനെ ചീറ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും പന്താടാനും മടിയില്ലാത്ത ഒരാളാണ് എന്ന കാര്യം പുറത്തു വന്നിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ആവർത്തിച്ച് പറയാണ്, നിയമത്തിന് വിരുദ്ധമായി ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് എന്നാണ്. ഒരർത്ഥത്തിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ന്യായവാദമാണത്. കാരണം ഇവർ രണ്ടുപേരും കൂടി പരസ്പരം സമ്മതിച്ചാണ് ഈ ഗർഭചിത്രം നടത്തിയിട്ടുള്ളത് എങ്കിൽ അതിനകത്ത് നിയമപരമായി ഒരു പരിധിക്കപ്പുറം പോകാൻ കഴിയില്ല. ഒന്ന്, ആ പരാതി ഉണ്ടാവണം. എന്നെ നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് വിധേയമാക്കിയെന്നവർ പറയണം. ഇന്ത്യയിലെ നിയമം ലംഘിച്ചു എന്നുള്ള പരാതി അപ്പുറത്തുനിന്നുണ്ടാവാതെ ഇവർ രണ്ടുപേരും കൂടി തീരുമാനിച്ച ആ കുട്ടി വേണ്ട എന്ന് തീരുമാനിച്ചാണെങ്കിൽ അങ്ങനെ തീരുമാനിക്കാൻ കഴിയുമല്ലോ. അപ്പോൾ അതിൽ നിയമപ്രശ്നമൊന്നുമില്ല അദ്ദേഹം പറയുന്നു. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കോൺഫിഡൻസ്. നിയമപ്രശ്നമില്ല, ഭരണഘടനാ പ്രശ്നമില്ല എന്ന്. പക്ഷേ അതൊരു കാര്യമുണ്ട്, ഇവർ കളിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിലാണ്. രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ കേവല നിയമത്തിൻ്റെയും സാങ്കേതികതയും കാര്യം മാത്രം പറയേണ്ടവരല്ല. അവർക്ക് ധാർമ്മികത എന്നൊരു സംഗതിയുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ ആ ധാർമ്മികത എന്ന് പറയുന്ന സംഗതി ഒഴിവാക്കാൻ പൂർണ്ണമായും കഴിയാത്തതുകൊണ്ടാണ് ശരി എൻ്റെ കുഞ്ഞ് തന്നെ ഞാൻ ഒഴിവാക്കി, ഞാനും അവളുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് ഉറക്കെ ചോദിക്കാൻ രാഹുലിന് പറ്റാത്തതുകൊണ്ടാണ്. അങ്ങനെ ചോദിച്ചാൽ അത് കക്ഷി രാഷ്ട്രീയക്കാർ കൊണ്ട് നടക്കുന്ന നമ്മുടെ ഈ സോക്കോൾഡ് ധാർമ്മികതയെ പിടിച്ചൊലയ്ക്കും. അത് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ രാഹുൽ പറയട്ടെ, എനിക്കൊരു സ്ത്രീയുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അവർ ക്യാരിങ് ആയി, ഞങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു, അതിൽ ആർക്കാ ഇത്ര കുഴപ്പം എന്ന് ചോദിക്കാമല്ലോ.
അങ്ങനെ ചോദിച്ചാൽ ഒന്നും ചെയ്യാനില്ല. പക്ഷെ അത് ചോദിച്ചാൽ രാഷ്ട്രീയക്കാർ കൊണ്ട് നടക്കുന്ന സാമൂഹിക സദാചാര ധാർമ്മികത എന്ന് പറയുന്ന സംഗതി തകരും. അത് തകർന്നാൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് അത്ര എളുപ്പമായിരിക്കില്ല കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ സർവൈവ് ചെയ്യാൻ. അത് അയാൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭം എല്ലാ കോൺഗ്രസ്സുകാരും മനസ്സിലാക്കേണ്ടത്, നേതാക്കളും പ്രവർത്തകരും മനസ്സിലാക്കേണ്ടത്, ഈ പെൺകുട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അവരെ ക്യാരി ചെയ്യാൻ നിർബന്ധിച്ചത്, അതിനുശേഷമുള്ള ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചത്, ആ എപ്പിസോഡ് പൂർണ്ണമായും വിശദീകരിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അയാൾ എവിടെയൊക്കെ തിരിച്ചു വരാൻ ശ്രമം നടത്തിയാലും, ഞാൻ മുമ്പ് ഔട്ട് ഫോക്കസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, അയാൾ തിരിച്ചു വരാൻ എവിടെയൊക്കെ ശ്രമം നടത്തിയാലും ഈ ചോദ്യം അവിടെ ഉയർന്നു വരും. ആ ശബ്ദം നിങ്ങളുടേതാണോ? ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ലല്ലോ. പല കുറി ചോദ്യം ചോദിച്ചു, വേറെന്തൊക്കെയോ പറഞ്ഞ് ഒഴിയാണ്. ഇന്നിപ്പോൾ അതിലേക്ക് അല്പമെങ്കിലും സംസാരിക്കേണ്ടി വരുന്നത് ഈ ഓഡിയോ പുറത്തുനിന്നാണ്. ഇല്ല, മിണ്ടില്ല. അപ്പോൾ അദ്ദേഹം ഈ ശബ്ദം തൻ്റേതാണോ, ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന പഴയ ശബ്ദം നിങ്ങളുടേതാണെന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉത്തരമില്ലാതെ നിൽക്കുകയാണ്. ആ ചോദ്യം അയാൾ ആ ഇഷ്യൂ സെറ്റിൽ ചെയ്യുന്നത് വരെ തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒന്നിലും ചെയ്യേണ്ടതാണ് ശബ്ദം എൻ്റേതാണോ ഇല്ലയോ എന്ന് പറയുക. എനിക്കങ്ങനെ പല സ്ത്രീകളായിട്ട് ബന്ധമുണ്ട്, നിങ്ങൾക്ക് എന്താണോ എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ ശബ്ദം എൻ്റേതല്ല. ഇന്നിപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം പറയുകയാണ്, നിങ്ങളത് വിശദീകരിക്കാനുള്ള ബാധ്യതയില്ലേ, നിങ്ങളതിനകത്തൊരു വ്യക്തത വരുത്തണ്ടേ. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ വ്യക്തത വരുത്തും. അപ്പോൾ സൗകര്യമുള്ളപ്പോൾ വ്യക്തത വരുത്താം, അതിന് നിർബന്ധമൊന്നുമില്ല. അദ്ദേഹം ഇപ്പം വ്യക്തത വരുത്തണമെന്നും ഇവിടെ ആർക്കും നിർബന്ധമില്ല. പക്ഷെ അദ്ദേഹം വ്യക്തത വരുത്താത്തിടത്തോളം കാലം തെരുവിൽ നിന്ന് നാറുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സഹപ്രവർത്തകരാണ്. അപ്പോൾ എനിക്ക് 4 മാസം കഴിഞ്ഞിട്ടേ വ്യക്തത വരുത്താൻ സൗകര്യമുള്ളൂ. ആ 4 മാസം ഉത്തരവില്ലാതെ പാർട്ടി കിടന്ന് നരകിക്കും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആരോപണ വിധേയനായ ഒരു സംഭവത്തിനകത്ത് വ്യക്തത വരുത്താതെ അല്ലെങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കാതെ, ഇപ്പോൾ ഈ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾക്കെല്ലാം തെറ്റാണെങ്കിൽ ശബ്ദം അദ്ദേഹത്തിൻ്റെ നൽകി അദ്ദേഹം ഒരു മാനനഷ്ട കേസ് കൊടുക്കട്ടെ, മാധ്യമങ്ങൾക്കെതിരെ ലീഗലി അദ്ദേഹം മൂവ് ചെയ്യട്ടെ. ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ധാർമ്മികതയ്ക്കകത്ത് നിൽക്കുകയും വേണം, ഈ ധാർമ്മികതയുടെ ഈ പടവിൽ നിൽക്കുകയും വേണം. എന്നാൽ നിങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സജീവതയിലേക്ക് തിരിച്ചു വരികയും വേണം. ഈ കേസിൽ നിങ്ങളൊരു വ്യക്തതയും വരുത്തില്ല. അങ്ങനെ ഒരു പൊസിഷൻ ഇല്ല. എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കാൻ പറ്റൂ. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും വേണം. ഒരു കാര്യത്തിലും സ്ട്രോങ് ആയ പൊസിഷൻ എടുക്കാനും പറ്റില്ല. എന്നിട്ട് നിങ്ങൾക്ക് തിരിച്ചു വന്ന് പാലക്കാട്ടെ MLA ആയിട്ട് നിങ്ങൾക്ക് മുണ്ടും ഷർട്ട് വിട്ട് ആളുകൾക്കിടയിൽ നിൽക്കണം. അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തിൽ സ്വീകരിച്ചിട്ടുള്ള സ്ത്രീ അവകാശം, സ്ത്രീ സുരക്ഷ, സ്ത്രീകളുടെ മാനാഭിമാനം പോലുള്ള വിഷയങ്ങളും വളരെ കടുത്ത നിലപാടുകൾ വലിച്ചു പ്രസംഗിച്ചിട്ടുള്ള ആളാണ് ഇദ്ദേഹം. അല്ലാതെ മുമ്പും അദ്ദേഹം ആളുകൾക്ക് എത്ര പേരുമായിട്ട് വേണമെങ്കിലും ലൈംഗികതയ്ക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ് ഈ നാട് എന്നൊന്നും പറഞ്ഞിട്ടുള്ള ആളല്ല. അദ്ദേഹം അന്ന് നമ്മുടെ പരമ്പരാഗത സാമൂഹ്യ ധാർമ്മികതയുടെ വലിയ പുരുഷനായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് മറിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത്, ഈ എപ്പിസോഡ് ഇദ്ദേഹം വ്യക്തത വരുത്തട്ടെ. അതുവരെ ഇദ്ദേഹത്തെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള മര്യാദയും വിവേകവും കോൺഗ്രസ്സുകാർ കാണിക്കണം. അല്ലാതെ ഓരോ ദിവസവും ഏത് പുതിയ പരാതിയാണ് വരാൻ പോകുന്നതെന്ന് ഭയപ്പെട്ട് ഇയാളെ എടുത്തുകൊണ്ട് തന്നെ നടക്കുന്നത്. ഇപ്പോൾ ഇയാൾക്ക് കോൺഗ്രസിൻ്റെ വേദി കിട്ടിയില്ല, അടുത്ത ഉടനെ വേദി സെറ്റാക്കി കൊടുക്കുന്ന ആരാ? മുസ്ലിം ലീഗുകാരാണ്. ലീഗുകാർ പറയട്ടെ, ലീഗുകാരുടെ ധാർമ്മികത എന്താണ് ഈ വിഷയത്തിൽ? ഒരു സ്ത്രീയെ ഇങ്ങനെ ഗർഭിണിയാകാൻ നിർബന്ധിക്കുക, ഗർഭിണിയായ ശേഷം ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുക, അത് നാട്ടുകാർ മുഴുവൻ അറിയുക, അങ്ങനെ ഒരാളെ എടുത്തുകൊണ്ട് ആനയിച്ചു കൊണ്ടുവന്ന് മുസ്ലിം യൂത്ത് ലീഗ് വേദി ഉണ്ടാക്കി അവിടെ കൊണ്ട് പ്രസംഗിപ്പിക്കുക എന്ന് പറയുന്ന മുസ്ലിം ലീഗുകാർ അവകാശപ്പെടുന്ന അവരുടെ സോക്കോൾഡ് ധാർമ്മികതയുണ്ടല്ലോ, അവർ കൊണ്ടു നടക്കുന്ന ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടല്ലോ, ലീഗിന് പ്രത്യേകമായി ഉണ്ടെന്ന് ലീഗുകാർ അവകാശപ്പെടുന്ന വാല്യൂ സിസ്റ്റം, ആ വാല്യൂ സിസ്റ്റവും ഇയാളും തമ്മിൽ എവിടെയാണ് മാച്ചാവുന്നത്? അത് ആശാസമരത്തിൽ ഇദ്ദേഹത്തിന് വേദി കിട്ടില്ല, അടുത്ത് നേരെ ഇവിടെ മലബാറിൽ വന്ന് ഇവിടെ ലീഗിൻ്റെ പരിപാടിയില്ല വേദി. അപ്പോൾ ഇത് ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇദ്ദേഹത്തെ കൊണ്ടു നടന്നാൽ നിങ്ങൾക്ക് പൊതുസമൂഹത്തിൽ എന്താണ് വില എന്നവരെ ആലോചിക്കണം. ഇദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ ഷാഫി പറമ്പിലടക്കമുള്ള ആൾക്കാർ, അദ്ദേഹം വിശദീകരിക്കണം, ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല, പക്ഷേ സംരക്ഷിക്കുന്ന മനുഷ്യന്മാർക്ക് വിശദീകരിക്കാനുള്ള ബാധ്യത ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ എനിക്ക് സൗകര്യമുള്ളപ്പോഴേ ഞാൻ വിശദീകരിക്കൂ എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനോട് ശരി, സൗകര്യമുള്ളപ്പോൾ വിശദീകരിച്ചോളൂ. ആ സൗകര്യപ്പെടുന്ന സമയം വരെ മാറി നിൽക്കങ്ങോട്ട്, ഞങ്ങൾ നടത്തിക്കൊണ്ട് പോട്ടെ, ഞങ്ങൾ ഈ ഇലക്ഷനെ ഒന്ന് മറികടന്നോട്ടെ. അല്ലാതെ തനിക്ക് സൗകര്യമുള്ളപ്പോഴേ വിശദീകരിക്കാൻ പറ്റൂ എന്ന ധാർഷ്ട്യത്തോടു കൂടി അയാളെയും ചുമന്നുകൊണ്ട് പോകണം, എന്നിട്ട് അതിൻ്റെ മുഴുവൻ ഭാരം അനുഭവിക്കണം എന്ന കെടുതി എന്തിനാണ്? ഞാൻ വീണ്ടും പറയാണ്, അത് നേരത്തെ മനസ്സിലായിട്ടുള്ള മനുഷ്യനാണ് VD സതീശൻ. കൊണ്ട് നടന്നാൽ എനിക്ക് ശരിയാവണ്ണം മനസ്സിലാക്കുന്നു, VD സതീശൻ്റെ ടേബിളിൽ ഇതിൽ കൂടുതൽ പരാതികളുണ്ടാവും. അതിൻ്റെ അപകടം നേരത്തെ മനസ്സിലാക്കിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് ഈ വള്ളി പിടിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ വന്നിട്ടുള്ള എന്താണ്? ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. CPM-മാർ നിരന്തരമായി ചോദിക്കുന്നു, ഇതെവിടെയാണ് ഇതാണോ നിങ്ങളുടെ സ്ത്രീ സുരക്ഷ എന്ന്? എന്തിനാണ് ഇത് പിടിക്കാൻ പോകുന്നത്? സോ അതുകൊണ്ട് ഇതിനകത്ത് വീണ്ടും റീതിങ്ക് ചെയ്യാൻ ഇദ്ദേഹം റീതിങ്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റീതിങ്ക് ചെയ്യാനുള്ളത് ഇദ്ദേഹത്തെ കൊണ്ടു നടക്കുന്ന പ്രാദേശിക നേതാക്കൾ, അകത്ത് തന്നെയുള്ള സംസ്ഥാന നേതാക്കൾ, ഘടകകക്ഷിയിലെ തന്നെ വലിയ ഉത്തമരായിട്ടുള്ള ലീഗുകാർ, ഇവർക്കൊക്കെ റീതിങ്ക് ചെയ്യാനുള്ള നിങ്ങളുടെ സൗഹൃദം ഒന്നും വേണ്ട. നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള സൗഹൃദം അവസാനിപ്പിക്കാനോ അദ്ദേഹത്തെ ഇങ്ങനെ ഒരു ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റിയെടുത്തൊന്നും വേണ്ട. പക്ഷേ രാഷ്ട്രീയത്തിൽ ചില കളികൾ എടുക്കാനുണ്ട്. മാറ്റി നിർത്തേണ്ട ആൾക്കാരെ സൗകര്യപൂർവ്വം മാറ്റി നിർത്തുക, മാറി നിൽക്കേണ്ടവർ സ്വയം മാറി നിൽക്കുക, അല്ലെങ്കിൽ പോരാട്ടം നടത്തുക, വളരെ സ്ട്രോങ് പൊസിഷൻ എടുത്ത് പോരാട്ടം നടത്തുക. ഞാൻ നിയമ പോരാട്ടം പ്രഖ്യാപിക്കുന്നു എന്ന് പറയാം. ഇതൊന്നും ചെയ്യാതെ ഒരാളൊരു കളി കളിക്കുമ്പോൾ
അങ്ങനെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ട് മാത്രമേ കോൺഗ്രസ് മുന്നോട്ട് പറ്റൂ. കോൺഗ്രസ് ഏതാ പാർട്ടി? എത്ര കാലത്തെ പാരമ്പര്യമുള്ള, എത്ര കാലം കേരളം ഭരിച്ച, ഇന്ത്യ ഭരിച്ച പാർട്ടിയാണ്. എത്രായിരം നേതാക്കളുള്ള, എത്രായിരം പ്രവർത്തകരുള്ള പാർട്ടിയാണ്. അതിലൊരു രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റിയെടുത്ത് എന്ത് സംഭവിക്കാൻ പോകുന്നു? അത് മനസ്സിലാക്കാൻ അവർക്ക് വിവേകം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഞാൻ പറയൂ. നൗഫൽ, എന്തായിരിക്കും ആ വിവേകം അവർക്ക് എത്താത്തത്? കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പാർട്ടി കേരളത്തിലാണ്. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയിൽ ഇങ്ങനെ ഒരാളെ കൊണ്ടു നടക്കുന്നതുകൊണ്ട് മുഴുവനായിട്ട് ഇവർ തന്നെ നാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വി.ഡി. സതീശൻ്റെ അടുത്തൊരു സ്റ്റാൻഡ് വേറൊരു നേതാവിന് പറയാൻ പോലും, ഇന്നിപ്പോൾ കെ മുരളീധരൻ്റെ പ്രതികരണമൊക്കെ കാണുമ്പോൾ നമുക്ക് അയ്യേ എന്താ അങ്ങനെ തോന്നിപ്പോവുമല്ലേ? അപ്പോൾ എന്തായിരിക്കും കോൺഗ്രസ്? UDF-ൻ്റെ പ്രകടന പത്രിക ഇറങ്ങിയ ദിവസമാണ് അന്നാണ് ഈ ഒരു ഓഡിയോയും പുറത്തു വരുന്നതെന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാണ് ഈ പാലക്കാട് ഇത്ര സജീവമാകുന്നത്? UDF-നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? കോൺഗ്രസിന് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണോ? ഒരിക്കലുമല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം എത്തിപ്പെട്ട ഒരവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും അത് മാറിക്കിട്ടാൻ വേണ്ടിയുള്ള പടിപടിയായുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദിവസവും പുതിയ പുതിയ ഷർട്ട് വാങ്ങുന്നുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്ക്രൂട്ടിനിൻ്റെ സമയത്ത് അവിടെ കയറി വലിയ ഡയലോഗ് അടിച്ച് സ്റ്റാറാവുന്നു. ആ വീഡിയോ പുറത്തെത്തിക്കുന്നു. എന്നിട്ട് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ധൈര്യമുള്ള കുട്ടികൾ രാഹുലേ ഉള്ളൂ, വേറെ ആരും ഇല്ല എന്ന് ആളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതായത് പാർട്ടിക്ക് അത്യന്താപേക്ഷിതമാണ് ഇവൻ്റെ സാന്നിധ്യം എന്ന് ആളുകളെ കൊണ്ട്, പാർട്ടി അണികളെ കൊണ്ട്, നേതാക്കളെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയിപ്പിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഇന്നത്തെ ഈ ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ അത് അയാളുടേതാണ് എന്ന് ഏകദേശം നമുക്കൊക്കെ വിശ്വസിക്കാമല്ലോ. നമുക്കിപ്പം അതിനുള്ള തെളിവും നമ്മൾ കൈവശമില്ല. പക്ഷേ അത് എത്രത്തോളം അശ്ലീലമാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ ഒരാൾക്ക് സംസാരിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു രാഷ്ട്രീയ രംഗത്ത് വളരെ ഒരു MLA കൂടിയായ, അന്ന് അദ്ദേഹം MLA ആണോ എന്നറിയില്ല, എന്തായാലും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഇത്രത്തോളം മോശമായി ഒരു പെൺകുട്ടിയോട് സംസാരിക്കാൻ പാടുണ്ടോ? അത് ആ സംഭാഷണം, ആ ചാറ്റ് എടുത്തു നോക്കൂ. അവരെ ഗർഭിണിയാക്കാൻ വേണ്ടി ഇദ്ദേഹം നിർബന്ധിക്കുകയാണ്. അതിനുശേഷം ഗർഭചിത്രത്തിനും നിർബന്ധിക്കുന്ന ഇയാൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് അതേക്കുറിച്ച് ആ കുട്ടി വളരെ വിഷമിച്ച് പറയുമ്പം വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ, സ്ഥിരമായി ഇത്ര കുറ്റകൃത്യം ചെയ്യുന്നൊരു മനുഷ്യൻ രാഷ്ട്രീയത്തിൽ, അതായത് രാത്രി ഇതുപോലെയുള്ള കോളുകൾ നടത്തുന്നു, രാവിലെ വന്നിട്ട് നാട്ടുകാരുടെ ഇടയിൽ നിന്നിട്ട് നല്ല വെള്ള ചമയുന്നു, എന്നിട്ട് ഇതെല്ലാം പുറത്തറിഞ്ഞിട്ട് വീണ്ടും അയാൾ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു. ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ സൗകര്യമില്ല മറുപടി പറയാൻ എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് എവിടുത്തെ രാഷ്ട്രീയമാണ്? ആരാണിത് അംഗീകരിക്കുക? ഇയാളോട് മാധ്യമങ്ങളൊക്കെ പാലക്കാട് സജീവമായപ്പോൾ മാധ്യമങ്ങൾ പലരും ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ സസ്പെൻഷനിലായ ഒരു വ്യക്തി എന്ന നിലക്ക് താങ്കൾ എന്തിനാണ് ഈ ഇലക്ഷനിൽ ഇങ്ങനെ സജീവമാകുന്നതെന്ന് ചോദിച്ചു. അപ്പം വളരെ എന്താ പറയുക, അഭിമാനപുരസ്സരം അയാൾ പറയുകയാണ്, ഞാൻ എൻ്റെ കോൺഗ്രസ്സുകാരെ രക്ഷിക്കാൻ വേണ്ടി, അവർക്ക് വേണ്ടിയാണ് ഞാൻ, അവർക്കൊരു വോട്ട് അധികം കിട്ടിയാൽ, എന്നെക്കൊണ്ട് വോട്ട് അധികം കിട്ടിയാൽ അതിൽ ഞാൻ അത്രത്തോളം സന്തോഷവാനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്. പക്ഷേ തിരിച്ചൊരു ചോദ്യം അയാളോട് ചോദിക്കണമല്ലോ. അതായത് നിങ്ങൾ ഇറങ്ങിയത് കൊണ്ടാണ് ഇവർക്ക് വോട്ട് അധികം കിട്ടുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, പക്ഷേ നിങ്ങൾ ഇറങ്ങിയത് കൊണ്ടാണ് ഇയാൾക്ക് വോട്ട് കുറയുന്നത് എന്നൊരു സാധ്യത കൂടി അവിടെ ഇല്ലേ? ആ സാധ്യതയാണ് കൂടുതലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇയാൾ ഇറങ്ങിയത് കൊണ്ട്, ഇയാൾ വിചാരിക്കുന്നു ഞാൻ ഇറങ്ങിയത് കൊണ്ട് ആളുകൾ ഇയാൾക്ക്, ഈ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു. പക്ഷേ അങ്ങനെയല്ല. ഇയാൾ ഇറങ്ങിയത് കൊണ്ടാണ് അയാൾക്ക് കിട്ടുന്ന വോട്ടും ഇല്ലാതാവുന്ന അവസ്ഥയിൽ കാര്യങ്ങളെത്തും. അതിൻ്റെ തോത് ഇന്നത്തോടു കൂടി കുറച്ചുകൂടി കൂടും. അതുകൊണ്ട് കോൺഗ്രസ് വി.ഡി. സതീശൻ ശക്തമായ നടപടി സ്വീകരിച്ചു. പക്ഷേ ആ നടപടിയായി തുടരണ്ടേ? ഇപ്പം നമ്മളിപ്പോൾ ഞാൻ പറയാം, ഒരു ഉദാഹരണത്തിന് പെട്ടെന്ന് ഓർമ്മ വന്ന ഉദാഹരണം, ശ്രീശാന്ത് മറ്റേ ക്രിക്കറ്റിൽ കോഴ വിവാദത്തിൽപ്പെട്ടു. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൽ കളിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, കേരള ടീമിലും കളിക്കാൻ പറ്റില്ല, ഒരു ടൂർണമെൻറ്റിലും കളിക്കാൻ പറ്റില്ല, ഒരു നെറ്റ് പ്രാക്ടീസ് നടത്താൻ പോലും പറ്റില്ല, ക്രിക്കറ്റുമായിട്ടൊരു ബന്ധവും പാടില്ല എന്നുള്ളതാണ് സസ്പെൻഷൻ. ഇദ്ദേഹം സസ്പെൻഷനിലായിട്ട് എന്താ ചെയ്യുന്നത്? അദ്ദേഹം കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്നു, UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നു, സ്ക്രൂട്ടിനി വേളയിൽ ഇദ്ദേഹം വരണാധികാരിയോട് സംസാരിക്കാൻ വേണ്ടി ചെല്ലുന്നു, എല്ലാം ചെയ്യുന്നു, ആശാസമരത്തിനെത്തുന്നു, എല്ലാം ചെയ്യുന്നു. പിന്നെ എന്താണ് ഈ സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ സസ്പെൻഷൻ നടപടി വാക്കാലെടുത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഉത്തരവിലൂടെ, ഒരു പ്രസ് റിലീസിലൂടെ കൊടുത്തുകൊണ്ട് മാത്രം സസ്പെൻഷൻ ആവുന്നില്ലല്ലോ. സസ്പെൻഷൻ അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വവും പാർട്ടിക്കാണ്. അത് പാർട്ടി നിർവഹിക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ ഈ സസ്പെൻഷന് ഗുണമുണ്ടാവുകയുള്ളൂ. ഈ സസ്പെൻഷൻ കാലയളവിൽ അദ്ദേഹം പഴയതുപോലെ പ്രവർത്തിക്കുന്നു. അത് പഴയതുപോലെയല്ല, പുതിയ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അയാളുടെ പ്രവർത്തനം പാർട്ടിക്കാണ് ദോഷം ഉണ്ടാക്കുന്നത്. ആ ദോഷം പാർട്ടി തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് പാർട്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തണം. എനിക്ക് ആ പെൺകുട്ടിയോട് പറയാനുള്ളത്, ഇത്രത്തോളം ട്രോമ ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ
ധൈര്യമായി പരാതി കൊടുക്കണം എന്ന് തന്നെയാണ്. കാരണം ഈ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഗർഭചിത്രം എന്ന് പറയുന്നൊരു നിയമാനുകൂല്യം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ തരത്തിൽ പോയാൽ തന്നെ അവർക്ക് അതിനുള്ള അനുകൂലമായ വിധി സമ്പാദിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരു കാര്യമില്ല. എന്തിനാണ് ആ കുട്ടി പരാതി കൊടുക്കാതെ കാത്തിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രത്തോളം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും എത്രയും പെട്ടെന്ന് പരാതി കൊടുക്കുകയും അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ്. കാരണം ഇതൊരു ഒരാൾ മാത്രമല്ല, കൂടുതൽ ആളുകളുണ്ട് എന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ഒരാളെ, ക്രിമിനൽ പ്രവൃത്തി ചെയ്യുന്ന ഒരാളെ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കേണ്ട ഉത്തരവാദിത്വം മലയാളികൾക്കില്ല. കോൺഗ്രസിനോ യു ഡി എഫിനോ പോട്ടെ, ആർക്കുമില്ല. അത് ഏത് പാർട്ടിയിലായാലും ഇത്തരക്കാർ ഇവിടെ നല്ല വെള്ള ചമന്ന് നടക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ ആ കുട്ടി ഇത്രയും പെട്ടെന്ന് പരാതി കൊടുക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ആ ഒരു പരാതി ഇല്ലാതെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. മറ്റൊരാളുടെ തേർഡ് പാർട്ടി പരാതി പ്രകാരമാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അതല്ല വേണ്ടത്. ഇവരുടെ ഇരയുടെ പരാതി കൃത്യമായി എത്തുകയും അങ്ങനെ അന്വേഷണം നടക്കുകയും ചെയ്യണം. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ, കോടതി വരട്ടെ, നിയമങ്ങളുണ്ടല്ലോ, ഞാൻ അവിടെ തെളിയിച്ചോളാം എന്ന് പറയുന്നില്ല. തെളിയിക്കട്ടെ, അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹം തെളിയിക്കട്ടെ. പക്ഷേ പരാതി കൃത്യമായി പോവുക എന്നുള്ളതാണ് ഇപ്പോൾ വേണ്ടത്. പാർട്ടി അവരുടെ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ ആ നടപടി കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് അവർ ഉറപ്പാക്കുകയും വേണം.